ഹായ് മക്കളെ, 10ാം ക്ലാസ്സിൽ നിന്നും +1ലേക്ക് വരുമ്പോൾ ബയോളജിക്ക് എന്താണ് മാറ്റം? ഇതല്ലേ നിങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു മാറ്റം തന്നെയുണ്ട്. പക്ഷേ എന്തോ ഒരു ചെറിയൊരു റിലാക്സേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 10th സിലബസ് മാറിയത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ മാറിയ സിലബസിൽ പുതിയതായിട്ടുള്ള ചാപ്റ്റേഴ്സ് വെച്ചിട്ട് പഠിച്ച കുട്ടികളായതുകൊണ്ട് തന്നെ +1ലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ സയൻസ് പ്രത്യേകിച്ച് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു കണക്ഷൻ, ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. ചാപ്റ്ററിൻ്റെ എണ്ണം കൂടുന്നുണ്ട്, ശരിയാണ്. നമ്മൾ ബയോളജി പറഞ്ഞ പോലെ തന്നെ ബോട്ടണിക്ക് 9 ചാപ്റ്റേഴ്സും സുവോളജിക്ക് 10 ചാപ്റ്റേഴ്സ്, ടോട്ടൽ 19 ചാപ്റ്റേഴ്സും നമുക്ക് ബയോളജിയിൽ പഠിക്കാനുണ്ട്. ഇനി ഇതിൽ നിങ്ങൾ 10th വരെ പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല 8th-ലും 9th-ലും ഒക്കെ നമ്മൾ പഠിച്ച കോൺസെപ്റ്റിൻ്റെ കണ്ടിന്യൂവേഷൻ വരുന്ന ഇൻഡെപ്തിൽ വരുന്ന ടോപ്പിക്കാണ് +1ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. +1 ബോട്ടണിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററാണ്. ഇനി സുവോളജിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന ലിവിങ് വേൾഡ്, അതായത് അവിടെയും നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെയാണ് പഠിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ബോട്ടണി എടുത്താലും സുവോളജി എടുത്താലും, ബോട്ടണിയിൽ നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പ്ലാന്റ്സിൻ്റെ കംപ്ലീറ്റ് ക്ലാസിഫിക്കേഷനും ഇതുപോലെ തന്നെ നമ്മൾ ആനിമൽസിൽ അല്ലെങ്കിൽ സുവോളജി എടുക്കുമ്പോൾ ആനിമൽസിൻ്റെ രീതിയിൽ എന്തൊക്കെ ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നതെന്നുമാണ് പഠിക്കുന്നത്. ഇത് നമ്മൾ എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? നമ്മുടെ 9ാം ക്ലാസ്സിൽ, അതായത് 9th പുതിയ സിലബസിൽ ലാസ്റ്റ് ചാപ്റ്റർ, അതായത് 6ാമത്തെ ചാപ്റ്റർ ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം ഒരു കാര്യം മനസ്സിലായല്ലോ, 8ലും 9ലും 10ലും ഒക്കെയായി നമ്മൾ പഠിച്ച കോൺസെപ്റ്റിൻ്റെ കണ്ടിന്യൂവേഷനാണ് 11th NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഇനി NCERT നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ച പോലെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കാമെന്നോ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രം നോക്കി പഠിച്ചാൽ മതി എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല ഇവിടുത്തെ സിസ്റ്റം. നമുക്ക് ബോട്ടണി 30 മാർക്സും സുവോളജി 30 മാർക്സ്, അങ്ങനെ ടോട്ടൽ ബയോളജി 60 മാർക്കിന് ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷേ മാർക്ക് ഈസിയാണ്, ക്വസ്റ്റ്യൻ പേപ്പറും വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിക്കുന്നത്. 40 മാർക്കിന് വരുന്ന പോലെ 10ലേക്ക് പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ കോൺസെപ്റ്റ് നിരവധി, ഒരു കടൽ പോലും കിടക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എങ്ങനെ പഠിക്കും? അതാണ് ഇവിടുത്തെ ഡൗട്ട്. എങ്ങനെ പഠിക്കുമെന്ന് മിസ് പറഞ്ഞു തരാം. ഇപ്പോൾ ഈ സമയത്ത് തന്നെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ലോകത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എങ്കിലും പുതിയൊരു ഇൻഡെപ്ത് നോളജിലേക്ക് നിങ്ങൾ കടക്കുന്നതിന് മുന്നേ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് പൊടി തട്ടുന്നത് നല്ലതായിരിക്കും. ഇനി ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു കണക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ബ്രിഡ്ജ് കോഴ്സ് തരാൻ പോകുന്നത്. ബ്രിഡ്ജ് കോഴ്സിലൂടെ SSLCയിൽ നിന്നും നിങ്ങൾ +1ലേക്ക് വരുമ്പം ഒരു കണക്ഷൻ കിട്ടുകയും ആ കോൺസെപ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ പഠിക്കണം, ആദ്യം തൊട്ട് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. മാത്രമല്ല ഓരോ ലൈവിലും നിങ്ങൾക്ക് ഈ ഒരു 10th നിന്ന് 11ലേക്ക് വരുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ മാറ്റി സ്മൂത്ത് ആയിട്ട് ട്രാൻസിഷൻ നടത്താനും നമ്മുടെ അഗ്നി ബാച്ചിലൊരു കുറുക്ക് വഴിയുണ്ട്. ഓരോ ദിവസം ഡെയിലി ലൈവിലൂടെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി തരികയും ആ ലൈവിലൂടെ തന്നെ പ്രോപ്പറായിട്ട് നമ്മൾ പഠിക്കുകയും ചെയ്യും. അസ്ത്ര ബാച്ചിലുള്ള കുട്ടികൾക്ക് അറിയാലോ സൈലത്തിൻ്റെ ക്ലാസ്സസ് എത്ര നല്ല രീതിയിലാണുള്ളത്. അതുപോലെ തന്നെ അഗ്നി ബാച്ചിലും എക്സ്പേർട്ട് ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് വെയിറ്റിംഗ് ആയിട്ടുള്ളത്. നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം ബയോളജി ടീം തന്നെ ഇവിടെ റെഡിയാണ്. മിസ് പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊടിതട്ടിയെടുക്കാം. വരുന്ന ബ്രിഡ്ജ് കോഴ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. ഒട്ടും സമയം കളയാതെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്താൽ ആ ഒരു പ്രശ്നമോ മിസ്സിങ്ങോ ഒന്നുമില്ലാതെ തന്നെ പ്രോപ്പറായിട്ട് ലേൺ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാളാണ് മൈൻഡ് മാപ്പും മെറ്റീരിയൽസ് ഒക്കെ വെച്ച് പഠിക്കാം. വേഗം തന്നെ അഗ്നി ബാച്ചിലേക്ക് വരൂ, ബയോളജി നമുക്ക് സെറ്റ് ആക്കാം. സോ ഓൾ ദി ബെസ്റ്റ്.